T20 ലോകകപ്പിലെ ഇന്ത്യയുടെ സൂപ്പർ എട്ടിലെ ആദ്യത്തെ മത്സരം നടക്കാനായിട്ട് പോകുന്നത് സൗത്ത് ആഫ്രിക്കയുമായിട്ടാണ്. ഗ്രൂപ്പ് ഘട്ടത്തിലെ എല്ലാ കളികളും ജയിച്ച് രാജകീയമായി തന്നെയാണ് ഇന്ത്യൻ ടീം സൂപ്പർ എട്ടിൽ എത്തിയിരിക്കുന്നത് കേട്ടോ. എല്ലാ മലയാളികളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ സഞ്ജു സാംസൺ വീണ്ടും പ്ലേയിങ് ലെവലിൽ വരുമോ എന്ന് തന്നെയാണ്. ഇന്നലെ കഴിഞ്ഞ നെക്സ്റ്റ് പ്രാക്ടീസിൽ ഇഷാൻ കിഷാന്റെ കൂടെ ഏറെ നേരം സഞ്ജു ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നത്തേതിനേക്കാളും വിപരീതമായിട്ട് കൂറ്റനടികളിലൊന്നും ശ്രമിക്കാതെ വളരെ കൺട്രോൾ ചെയ്തിട്ടായിരുന്നു അദ്ദേഹം ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതുമാത്രമല്ല, ഇന്ത്യയുടെ ചില വീക്ക്നെസ്സുകൾ മെയിനായിട്ടും ഇന്ത്യയിലെ ടോപ്പ് ഓർഡേഴ്സിൽ കൂടുതലായിട്ടും ഇടങ്കയും ബാറ്റ്സ്മാൻമാരാണ് ഉള്ളത് എന്നുള്ളത് അത് എതിരാളികൾക്ക് കൂടുതൽ ഉപകാരം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ സഞ്ജു പ്ലേയിങ് ലെവലിൽ വരേണ്ട സാഹചര്യമുണ്ട് എന്നെല്ലാം ചർച്ചകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല, വേറെയും ചില ചേഞ്ചുകൾ ഇന്ത്യൻ ടീമിൽ സൗത്ത് ആഫ്രിക്കയുമായിട്ട് ഉള്ള കളിയിൽ വരാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അതിലിപ്പം മെയിനായിട്ട് നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം അക്ഷർ പട്ടേലിന് പകരമായിട്ട് വാഷിങ്ടൺ സുന്ദർ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നെക്സ്റ്റ് വരാൻ പോകുന്ന കളിയിൽ നേരെ അക്ഷർ പട്ടേൽ ടീമിലേക്ക് വരികയും വാഷിങ്ടൺ സുന്ദർ തിരിച്ച് ബെഞ്ചിലിരിക്കേണ്ടതായിട്ടും വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫേസ് ബൗളറായിട്ടുള്ള അർഷ്ദീപ് സിംഗിനെ മാറ്റിയിട്ട് പകരം കുൽദീപ് യാദവിനെ വീണ്ടും ടീമിലേക്ക് കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മറ്റുള്ള ടീമിൻ്റെ ഫോർമാറ്റ് നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് എന്തായാലും അഭിഷേക് ശർമ്മ തുടരുകയും ചെയ്യും. തുടർന്ന് കൂടെ ഇഷാൻ കിഷാനും ഉണ്ടാവട്ടെ. തിലക് വർമ്മയുടെ കാര്യത്തിലാണ് പിന്നെ ഒരു ഡൗട്ട് ഇരിക്കുന്നത്. കാരണം ടോപ്പ് ഓർഡേഴ്സിൽ ഈ ലെഫ്റ്റ് ഹാൻഡേഴ്സ് കൂടുന്നു എന്നുള്ള ആ ഒരു ഇത് പരിഹരിക്കാനായിട്ട് സഞ്ജു ആ ഒരു പൊസിഷനിലേക്ക് വരുമോ എന്നുള്ള കാര്യവും സംശയിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ സൂര്യകുമാർ യാദവാണ് നാലാമത്തെ പൊസിഷനിലേക്ക് ഇറങ്ങാനായിട്ട് പോകുന്നത്. 5ഉം 6ഉം 7ഉം സ്ഥാനത്തിലേക്കായിട്ട് ഹർദിക് പാണ്ഡ്യയും അതേപോലെ തന്നെ ശിവൻ ദുബെ, അക്ഷർ പട്ടേൽ ആ ഒരു പൊസിഷൻ കവർ ചെയ്യും. 8ാമത്തെ പൊസിഷനിലായിട്ട് ഫിനിഷറായിട്ടുള്ള റിങ്കു സിംഗ് തുടരണ്ട. അതേപോലെ തന്നെ 9, 10 പൊസിഷനിലായിട്ട് ബുംറ, വരുൺ ചക്രവർത്തി, കുൽദീപ് യാദവ് അങ്ങനെ ടീമിന് കവർ ചെയ്യും. അല്ലെങ്കിൽ കുൽദീപ് യാദവിൻ്റെ പകരം അർഷ്ദീപ് സിംഗ് തന്നെ തുടരുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പൊസിഷനിൽ അർഷ്ദീപ് സിംഗും വരും. അങ്ങനെയായിരിക്കും ടീം പ്ലേയിങ് ലെവലിൽ സൗത്ത് ആഫ്രിക്കയുമായിട്ട് കളിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. എന്തായാലും ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യക്ക് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. ഏറ്റവും നല്ല ടീം എന്നുള്ള നിലയിൽ വന്നിട്ട് പോലും ചെറിയ ചെറിയ ടീമുകളുടെ കൂടെ പോലും പതറുന്ന ഘട്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെ എല്ലാ കളികളും വിജയിച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെ ഇനി വരാനിരിക്കുന്നത് വലിയ വലിയ കടമ്പകളായതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പ് ഘട്ടത്തിൽ മനസ്സിലാക്കിയ പോരായ്മകൾ തീർത്ത് മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കുന്നുണ്ട്.